നമുക്കൊരു അടിപൊളി മുരിങ്ങാക്കോൽ കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് മുരിങ്ങാക്കോൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 കറിമുളകും, ഒരു എരിവുള്ള മുളകും, കുറച്ച് ചെറുള്ളി, ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിമുളക്, വേപ്പില, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി തേങ്ങ ഒരു മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വെച്ച് നമുക്ക് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വേവും കേട്ടോ. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് വേവാനായിട്ട് കുറേ നേരം എടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കാം കേട്ടോ. നമുക്ക് മുരിങ്ങാക്കോലും തക്കാളി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തുറന്നിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കാലും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കടുകും വേപ്പിൻ്റെ ഇലയും കൂടി കാച്ചി ഒഴിക്കാം കേട്ടോ.